പരിശുദ്ധ ഗീവർഗീസാദായുടെ പെരുന്നാൾ ആചരിക്കുന്നതായി ഈ ദിവസം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം നടന്ന AD 303 കണക്കാക്കുമ്പോൾ 1723 ഓർമ്മ പെരുന്നാൾ. ഗീവർഗീസാദായുടെ ചരിത്രവും ഒക്കെ അനേകായിരം പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എപ്പോഴും വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് അത് പലപ്പോഴും ആവർത്തിച്ച് നമ്മൾ ഓർമ്മിക്കുകയും ദൈനംദിന ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ടമായ സന്ദേശമെന്ന് പറയുന്നത്. ഒന്നാമത്, അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടത്തിൽ ദീനാനുകമ്പയുള്ളവനായി അവരോട് താതാത്മ്യപ്പെടുവാൻ കാണിച്ചതായ ഒരു ദൈവിക സ്വഭാവം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സന്ദേശവാഹകനായിട്ടും ദൂതനായിട്ട് പട്ടാള ക്യാമ്പുകൾ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മാർ ഗീവർഗീസ എന്ന പട്ടാളക്കാരൻ എങ്ങനെയാണ് ഈ ദീനാനുകമ്പയുള്ളവനാകുവാൻ കാരണമായി തീർന്നത്? തിരക്ക് പിടിച്ചതായ പട്ടാള ശുശ്രൂഷയാണെങ്കിലും കപ്പദോക്കിയിൽ വെച്ച് തന്നെ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിച്ചതായ ആത്മീയ അഭ്യാസമാണ് അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കി തീർത്തത്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് കരയുന്നവരോട് കരയുവാനും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാനും പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ അദ്ദേഹത്തിന് പ്രാർത്ഥന മൂലം സാധിച്ച രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് ഏത് ദുഷ്ടശക്തിയെയും എതിർക്കുവാനുള്ളതായ ശക്തി എന്ന് പറയുന്നത്. പെരുമ്പാമ്പിനെ കൊന്ന് ഒരു സമൂഹത്തെ രക്ഷിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് അവർക്ക് ശാശ്വതമായ പരിഹാരം നൽകി അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായ ജീവിയെ മാറ്റിക്കളയുവാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആർക്കും അടുത്ത് ചെല്ലുവാൻ സാധിക്കാതെ വണ്ണം വിഷവാതകം വായിന്ന് ഉച്ഛ്വസിച്ചുകൊണ്ടിരുന്ന ജീവിയെ അടുത്ത് ചെന്ന പലർക്കും അപകടമുണ്ടായി അത് വിഴുങ്ങുണ്ടായതുപോലെ ഗീവർഗീസാദായുടെയും അത് വിഴുങ്ങിക്കളയുമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ ധൈര്യത്തോടുകൂടെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ദുഷ്ടജന്തുവിനെ കൊന്ന് തൻ്റെ ദൈവികമായ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയിച്ച പിതാവാണ്. അതും തന്നെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഏത് തിരക്ക് പിടിച്ച ജീവിതമായിരുന്നാലും ആ തിരക്കുകൾക്കൊന്നും ഒഴികഴിവ് പറയാൻ പാടില്ലാത്തതാണ് പ്രാർത്ഥനാ ജീവിതം. അതാണ് ഗീവർഗീസാദ നമുക്ക് നൽകുന്നതായ സന്ദേശം. നാം എത്ര കഴിവുള്ളവരായിരുന്നാലും ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നാലും
പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. അതിൽ കൂടി മാത്രമേ നമ്മെ നേരിടുന്നതായ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത് അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പിനെന്ന വേദപുസ്തക സന്ദേശം തൻ്റെ ജീവിതത്തിൽ കാര്യമായി മനസ്സിലാക്കിയ ആളാണ്. ആക്ട്സ് ഓഫ് സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു പുസ്തകം വിശുദ്ധ ഗിവറീസാദായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്രീക്ക് ഭാഷയിലുള്ള ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, 7.5 വർഷക്കാലത്തോളം അദ്ദേഹത്തെ ജയിലിലടച്ച് ഇടയ്ക്കിടയ്ക്ക് പല പീഡനങ്ങൾക്ക് വിധേയമാക്കി വിശ്വാസം തള്ളിപ്പറയാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നാണ്. എന്നാൽ മരണത്തിൻ്റെ അന്ത്യം വരെയും ഒരിക്കൽ പോലും ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയാതെ ആ കഷ്ടതകളൊക്കെ സന്തോഷപൂർവ്വം സഹിച്ചു. കാരണം എന്താണ്? ക്രിസ്ത്യാനി ആയതുകൊണ്ട് സെലേന്യായിലെ അല്ലെങ്കിൽ ലിദ്ദ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് ആളുകളില്ലാതായി. ഗിവറീസാദയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളായി. അതുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ പീഡിപ്പിച്ച് ദൈവവിശ്വാസം തള്ളിപ്പറയുവാനായിട്ട് പ്രേരിപ്പിക്കുക. ദേദ്യാനോസ് എന്ന് പറയുന്ന ക്ഷേത്രപാലകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അലക്സാന്ദ്രയും കൂടിയാണ് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നത്. തലകീഴായി കെട്ടിത്തൂക്കി അടിച്ചു, ചുട്ടുപഴുത്ത ഇരുമ്പുപട്ടയിൽ കിടത്തി, മാരകമായ വിഷം കുടിക്കുവാൻ കൊടുത്തു, രഥങ്ങളുടെ ചക്രത്തിന്മേൽ അദ്ദേഹത്തിൻ്റെ കാല് കെട്ടി രഥത്തെ ഓടിക്കാൻ ശ്രമിച്ചു, തിളയ്ക്കുന്നതായ ഈയത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽ നിർത്തി. ഇതുകൊണ്ടൊന്നും അദ്ദേഹം ദൈവത്തെ, യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകുന്നു എന്നതാണ് പൗലോസ്ലീഹായോടൊപ്പം അദ്ദേഹത്തിന് പറയുവാൻ കഴിഞ്ഞു. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടത്തിൽ സന്തോഷിക്കുന്നുവെന്ന് റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് കഷ്ടത സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നാം പൂർണ്ണതപ്പെടുന്നു എന്നുള്ളതാണ്. യാക്കോബ് ശ്ലീഹായും സഹോദരങ്ങളെയും നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുണ്ടെന്നാണ് പറയുന്നത്. ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതല്ലാത്തതായ കാരണങ്ങളാൽ പലപ്പോഴും പീഡകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയ്ക്ക് പങ്കാളികളാകുന്ന അനുഭവമാണ്. രോഗം വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല, അപകടം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അപഹാസ്യപ്പെടുന്നവനും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തലതരത്തിലുള്ളതായ പീഡകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതെല്ലാം എൻ്റെ വിശ്വാസ പരിശോധനയ്ക്ക് ദൈവം മാറ്റിത്തരുമെന്നുള്ളതായി വിശ്വാസം. അതിൽ കൂടി ക്രിസ്തുവിനുള്ള പ്രത്യാശയിൽ ഞാൻ വളരുമെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഗിവറീസാദായുടെ മാതൃക നമുക്ക് അനുഗ്രഹമാണ്. മൂന്നാമതായിട്ട്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കഷ്ടത അനുഭവിക്കുവാൻ സന്തോഷിച്ചത്? അത് ജീവകിരീടത്തിൻ്റെ പ്രത്യാശയാണ്. ഏത് തരത്തിലുള്ള പീഡകൾ വന്ന് ഞാൻ മരിക്കേണ്ടി വന്നാലും എനിക്കതിൽ പ്രയാസമില്ല. കാരണം മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തിൽ എനിക്കൊരു കിരീടം ലഭിക്കുവാനുണ്ട്.
40 സഹതയന്മാർ സെബസ്ത്യാക്കുളത്തിൽ അവരെ കഠിനമായ ശൈത്യം അനുഭവിച്ചു ക്രിസ്ത്യാനികളെന്ന് ഏറ്റുപറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ അവരതിൽ നിന്ന് മാറിപ്പോകാതിരുന്നത് 40 കിരീടങ്ങൾ അവരുടെ തലയിലേക്ക് വരുന്നത് അവർക്ക് കാണുവാനിടയായി എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായും അതാണ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി മടഞ്ഞു വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും മരണത്തെ ഭയപ്പെടാതെ ധൈര്യമായി മരണത്തെ നേരിടുവാനുള്ള ശക്തി ദൈവം തരുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവകിരീടം ലഭിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആത്യന്തികമായി നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാഗ്ദാനം ലഭിച്ച നമുക്ക് വാട്ടവും മാലിന്യവും നാശവും ഇല്ലാത്തതായ ജീവൻ്റെ കിരീടം ലഭിക്കും എന്നുള്ളതായ പ്രത്യാശയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കുമെന്ന് ഈ വർഗീയസഭ യാക്കോബ് ശ്ലീഹായുടെ ആ വാക്യത്തിൽ ഉറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാനും ഏത് പീഡനങ്ങളോ മരണങ്ങളോ വരട്ടെ, മരണത്തിനപ്പുറമായൊരു ജീവിതം എനിക്കുണ്ടെന്നും അത് ജീവകിരീടം പ്രാപിക്കാനുള്ളതാണെന്നും അവനിൽ പ്രിയം വച്ച് എനിക്കത് ലഭിക്കുമെന്നുമുള്ള ഉറപ്പോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുവാനുള്ളതായ ധൈര്യം ഗീവർഗീസ് സദാ നമ്മെ ഏൽപ്പിക്കുന്നു. അതിന് നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചെൻ്റെ വാക്കുകളെ ചുറ്റും.